സ്കൂൾ ഓർമ്മകളിലൂടെ എല്ലാവരും കടന്നു പോകുന്ന ദിവസം പ്രവേശനോത്സവത്തിന് തയ്യാറെടുത്തിരിക്കുകയാണോ കുഞ്ഞുങ്ങൾ? ഏത് സ്കൂളിലാണ് കണ്ണനുള്ളത്? ഞാൻ ടൗൺ യു പി എസിലാണുള്ളത്. കൊല്ലം നഗരത്തിൻ്റെ കളക്ടറേറ്റിന് നേരെ എതിർവശത്തുള്ള ടൗൺ യു പി എസ്. ഇത് യു പി സ്കൂളിലെ കുട്ടികളാണ്. ടീച്ചർ ഈ കിരീടമൊക്കെ വെച്ച് കുട്ടികളെ സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പിയായോ? അവധിക്കാലമൊക്കെ ഉണ്ടായിരുന്നു? അവധിക്കാലമൊക്കെ ഉണ്ടായിരുന്നു? വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ? എവിടെയൊക്കെ പോയി? ടീച്ചർ കിരീടം വെച്ച് തന്നു. ഇവിടെ പൂമ്പാറ്റ തയ്യാറാവുന്നുണ്ട്. എന്താ പേര്? കൂട്ടുകാരെയൊക്കെ കണ്ടോ? കുറച്ച് പറയായോ? ഹാപ്പി ആയിട്ട് പറ. ഒരു വിഷമമുള്ള പോലെ. എന്താ പറ്റി? അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അടുത്ത കുഞ്ഞ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആരാ ഇത്? എന്തോ പേര്? ആരാ ഇത്? ആരാ ഇങ്ങനെ ചെയ്തു തന്നെ? നാണോ? മൊത്തം ഇങ്ങനെയൊക്കെയാണ് കാര്യം. യു പി സ്കൂളിലെ കുട്ടികളാണ്. ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പ്രവേശനോത്സവം കേട്ടില്ല. ആ കിളി കൊത്തുമോ എന്ന് ചോദിക്കാൻ. അതെ. ഈ കിളി കൊത്തുവോ? ഈ കിളി കൊത്തുവോ? ചുമ്മാ പറയരുത്. അത് ഇട്ടോടത്തേ. കിളി കൊത്തുമോ എന്ന് ചോദിച്ചപ്പോ മുഖത്തെ ചിരി വിടർന്നത് കണ്ടോ? ആ കിളി കൊത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കണ്ണൻ കുറച്ചുകൂടി അടുത്തിരുന്നെങ്കിൽ കണ്ണന് ഒരു കൊത്ത് തലയിൽ കിട്ടിയേനെ. വലിയ ചിറകൊക്കെ വെച്ച് കഴിഞ്ഞു. വലിയ ചിറകൊക്കെ വെച്ച് തയ്യാറാവുകയാണ്. കാര്യം പുതിയ LKG വരുന്ന കുട്ടികളെയൊക്കെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി. ഇത് അല്പം സീരിയസ് ആണ്. മക്കളുടെ കാര്യം കൂടി ഒന്ന് പറയൂ. നമ്മുടെ പ്രേക്ഷകർ പലരും അന്വേഷിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ടർമാരുടെ ഒക്കെ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒക്കെ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്ന്. വീട്ടിലെന്താണ് സ്ഥിതി കണ്ണൻ? എൻ്റെ വീട്ടിൽ നിന്ന് 2 പേരാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഒരാൾ അധ്യാപികയാണ്, ഭാര്യ. രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിലാണ്. മൂത്ത മകൻ 7ാം ക്ലാസ്സിലാണ്. 2 പേരും സർക്കാർ സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. ഞാൻ പഠിച്ച ഗവൺമെൻറ് UPS കൃഷ്ണപുരം, കായംകുളം ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് UPS കൃഷ്ണപുരത്താണ് മോൻ പഠിക്കുന്നത്. ആ സ്കൂളിൽ തന്നെയാണ് വൈഫ് ജോലി ചെയ്യുന്നത്. 2 പേരും രാവിലെ, ഞാൻ അതിന് മുമ്പ് ഇറങ്ങി, രാവിലെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം തന്നെയാണ്. വേണ്ടേ പുതിയ ഒരാൾ. എന്താ മോടെ പേര്? എന്തുവാ? കൂട്ടുകാരെ കണ്ടോ? ഇതെന്തുവാ ഇത്? കയ്യിലെന്തുവാ? സൂര്യകാന്തിയാണോ? ഇന്ന് സൂര്യകാന്തി അല്ലേ? ഇത്രയും കുട്ടികളുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നല്ലതായിട്ടുണ്ട്. അവർക്കെല്ലാം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് അവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ. കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ട് മക്കൾ വരുന്നത് ഇന്നത്തെ ദിവസം. ഈ രക്ഷിതാക്കളും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്. എല്ലാവരും. ഞാനാണ് തൊപ്പിയെല്ലാം റെഡിയാക്കിയത് ഞാൻ തന്നെ. ബാക്കിയുള്ള എല്ലാം പേരൻസ് തന്നെയാണ്. എനിക്ക് തൊപ്പിയൊക്കെ എത്ര ദിവസം കൊണ്ട് തയ്യാറാക്കി? കുറേ ദിവസം എടുത്തു. ഇത് ഇപ്പം നമ്മൾ പറയും അധ്യാപകർക്ക് 2 മാസം അവധിയാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ജോലികളുണ്ട്. അതുപോലെ തന്നെ ഈ യൂണിഫോം വിതരണത്തിൻ്റെ ജോലിയുണ്ട്. അങ്ങനെയൊക്കെ കുറേയേറെ ജോലികൾ ഈ മെയ് മാസത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലും അവർ എല്ലാം തന്നെ അധ്യാപകരായാലും രക്ഷിതാക്കളൊക്കെ ആയാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. ഇവിടെ നിൽക്കുമ്പം വലിയ സന്തോഷം. നമ്മളൊക്കെ ഈ പണ്ട് സ്കൂളിൽ ആദ്യമായി പോയതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഓർമ്മകളൊക്കെ തന്നെയാണ് വരുന്നത്.